തൃശൂരിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലേക്ക് കരിയോലൊഴിച്ച് കുടിവെള്ളം മുട്ടിച്ചതായി പരാതി. ലാലൂർ സ്വദേശി ജോസഫിന്റെ കിണറ്റിലേക്കാണ് വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് കരിയോയിലൊഴിച്ചത്. വല്ലാത്ത സംഭവം തന്നെ അല്ലേ? ഇതോടെ കിണറ്റിലെ വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടാണ് വൈരാഗ്യം തീർന്നത്. ഇത് കിണറിൽ മുഴുവൻ കരിയോയിൽ ഒഴിച്ച അവസ്ഥയാണ്. ജോസഫേട്ടൻ പറയുന്നത് അയൽവാസികളുമായി പ്രശ്നം ഉണ്ടായിരുന്നു, അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. രാവിലെ ഏകദേശം ഒരു 9:30-ക്കാണ് ഈ സംഭവം നടന്നത്. ഇനി വെള്ളം കുടിക്കാൻ പറ്റുമോ? എന്താണ് കുടിക്കാൻ പറ്റുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഇഷ്യൂ ഒക്കെ എടുക്കുന്നത്. എന്താ കരിയോയിലെ നമുക്ക് കണ്ടിട്ട് പറയുന്നതല്ലേ, അതിൽ എന്താ ഉള്ളതെന്ന് ആർക്കറിയണേ? അതിൽ നമ്മൾ അപായപ്പെടുത്താൻ വല്ലാണെന്ന് പോലും അറിയില്ല. അങ്ങനെ വേണം ചിന്തിക്കാൻ. ഇപ്പോഴത്തെ കാലം അങ്ങനത്തെ അല്ലേ. ഇതിപ്പോൾ എപ്പോഴാണ് കണ്ടത് ഈ സംഭവം? 9:45 ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പോഴാണ് ഒന്ന് കാണുന്നത്. അപ്പൊ ഞാൻ ഉടനെ എന്റെ വീഡിയോ എടുത്തു. ഒരു കുഴപ്പമില്ല, ഇവരിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കുഴപ്പമില്ല. അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ 9:30-ക്കാണ് ഇത് കണ്ടത്. 10 മണി ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ അയൽവാസികളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അവരാണ് ഇത് ചെയ്തതെന്നാണോ? ഇടയ്ക്ക് ഇവിടെ പറഞ്ഞാൽ ഇവിടെ മുഴുവൻ മണ്ണ് കാണില്ല. ആ ജാതിയിലാണ് ഇവിടുത്തെ ഇല വീണ് കിടക്കണേ. അപ്പൊ അതൊക്കെ പറക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കല്ലാണ്. നമുക്ക് എന്ത് ചെയ്യാണ്? അപ്പൊ അതിന് അയാൾ ഒബ്ജക്ഷൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു ഈ ഇല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. അതൊക്കെ അങ്ങനെ ഉണ്ടാവുന്നു. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് എടുത്ത് പറഞ്ഞ് സോഷ്യൽ ഫോറസ്ട്രിയുടെ ഭാഗമായിട്ട് വെച്ചുള്ള മരങ്ങളാണ് ഇതെന്നാണ്. എന്നിട്ട് അയാൾ സമയം എത്തുമ്പോൾ മുറിച്ച് വിൽക്കും. പ്രശ്നം ഉണ്ടായിരുന്നു, കുറച്ച് നാളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ടുണ്ട്. പിണക്കൊന്നുമില്ല. അപ്പോഴും ഇവിടെ വന്നിട്ട് ഒരു ഭീഷണി ഇതാണ്. എൻ്റെ തന്തയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട് ആള്. അപ്പൊ ഇത് എന്താ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രകോപനം എന്തായിരിക്കും? പ്രകോപനം എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ കോർപ്പറേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പറമ്പിൽ കയറി ഞാൻ തീയിട്ടു എന്നാണ്. ഹെൽത്തുകാരൊക്കെ വന്ന് നോക്കിയോ? ഹെൽത്തുകാർ വന്ന് നോക്കിയിട്ടാണ്. രണ്ടാമത് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ തല നോക്കി ഇവിടെ അല്ല നിൽക്കണേ. ഇതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് മറിഞ്ഞു നിൽക്കുകയായിരുന്നു. അല്ല, ഈ വെള്ളം ഇതില് കരിയോയിൽ വെച്ച് സംബന്ധിച്ച് ഹെൽത്തുകാർ വന്ന് നോക്കിയിട്ടില്ല. അതിപ്പോ പറഞ്ഞിട്ടുണ്ടായില്ല. ഇപ്പൊ ഹെൽത്തിന്റെ ആൾക്കാർ അവിടെ നിൽക്കുന്നത്. പോലീസിന് പരാതി കൊടുത്തു. പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പോലീസുകാർ ആള് വരുന്നുണ്ടെന്നാ പറഞ്ഞേ. ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കിണറിൽ ആകെ കരിയോയിൽ പോലെ ഒരു വസ്തു ഒഴിച്ച അവസ്ഥയിലാണ്. ഇനി വെള്ളം കുടിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഹെൽത്ത് പരിശോധിച്ച് അതിന് ശേഷം മാത്രമേ അറിയുകയുമുള്ളൂ. സുജി പട്ടാമ്പിക്കൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.